ഒമാനിൽ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് കാലാവധി 15 മാസത്തിൽ നിന്ന് 24 മാസമായി, അതായത് 2 വർഷമായി ഉയർത്തി. ഒമാൻ തൊഴിൽ മന്ത്രാലയമാണ് ഇക്കാര്യം പുറപ്പെടുവിച്ചത്. ഫെബ്രുവരി 15 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രാജ്യത്തെ തൊഴിൽ വിപണിയിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ പരിഷ്കാരമാണിത്. നിലവിൽ ഒമാനിലെ റെസിഡൻസി പെർമിറ്റ് കാലാവധി 2 വർഷമാണ്. വർക്ക് പെർമിറ്റും 2 വർഷമാക്കി മാറ്റിയതോടെ ഇവ രണ്ടും ഒരേ സമയം പുതുക്കാനാകുമെന്നത് പ്രവാസികൾക്ക് സഹായകമാകും. ഇത് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും സമയം ലാഭിക്കാനും നടപടികളുടെ നൂലാമാലകൾ കുറയ്ക്കാനും സഹായിക്കും. അതോടൊപ്പം പ്രൊഫഷണൽ കാറ്റഗറി മാറ്റുന്ന നടപടിയും ലഘൂകരിച്ചു. ഒരു തൊഴിലാളിയുടെ ജോലി തസ്തിക മാറ്റണമെങ്കിൽ മുൻപ് നിലവിലുള്ള പെർമിറ്റ് റദ്ദാക്കി പുതിയ പെർമിറ്റിന് അപേക്ഷിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമം ഇത് ലളിതമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള വർക്ക് പെർമിറ്റിൽ തന്നെ തൊഴിലാളിയുടെ തസ്തിക അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പുതിയ പെർമിറ്റിന് മുഴുവൻ തുക ഫീസ് അടയ്ക്കുന്നതിന് പകരം പഴയ തസ്തികയിലെ ഫീസും പുതിയ തസ്തികയിലെ ഫീസും തമ്മിലുള്ള വ്യത്യാസം വരുന്ന തുക മാത്രം അടച്ചാൽ മതിയാകും. ജോലി തസ്തിക മാറ്റവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ പേപ്പർ ജോലികൾ ഒഴിവാക്കാനും കമ്പനികൾക്ക് തങ്ങളുടെ തൊഴിലാളികളെ ഉയർന്ന തസ്തികകളിലേക്ക് വേഗത്തിൽ നിയമിക്കാനും ഇത് സഹായകരമാകും. കൂടാതെ ഉയർന്ന ധാതു മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നേടുന്നതിനായി ഈ വർഷം ജൂൺ 1 വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്.